പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഇലക്ഷൻ അടുത്തു വരും തോറും ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ എപ്രകാരമായിരിക്കും ജമാഅത്തെ ഇസ്ലാമി ഭരണത്തെ സ്വാധീനിക്കുക, ഭരണത്തെ നിയന്ത്രിക്കുക എന്ന തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി പേടി അത് വിവിധ തലങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. UDF വെട്ടിലാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ അനുസ്മരണ സദസ്സ്. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ മതരാഷ്ട്രവാദത്തിലെ ചർച്ചാ സംഗമം ഇന്ന് മലപ്പുറത്ത് നടക്കും. NSSും SNDPയും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള UDF സമീപനം കാരണമെന്ന് കാന്തപുരം ഭാഗം SYS നേതാവ് റഹമത്തുള്ള സഖാവി. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ജനാധിപത്യത്തോട് നിസ്സഹകരിക്കണമെന്നൊരു കാലത്ത് വ്യാപകമായി പ്രചരിപ്പിച്ച ആളുകളെ ചേർത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രതിഷേധങ്ങളുണ്ടാകും, അതിൻ്റെ അനുരണനങ്ങൾ പല രീതിയിലും വരും. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘാതം തന്നെ ആയിരിക്കും അത്. ജമാഅത്തെ ഇസ്ലാമി ഒന്നുകിൽ അവരുടെ മൗദൂദിയുടെ പുസ്തകങ്ങളൊക്കെ പിൻവലിക്കണം. ഇത് വിശകലനം ചെയ്യുമ്പോൾ വളരെ രസകരമായ ചില തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഏതാണ്ട് 20 അല്ലെങ്കിൽ 25 കൊല്ലം കൊണ്ട് നമ്മുടെ കേരളം ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനാണ് ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകളുടെ പദ്ധതി എന്ന് മരിച്ചുപോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു നേതാവ് പറഞ്ഞത് പല ആളുകളുടെയും മനസ്സിലുണ്ട്. അതും ഇതും എല്ലാം കൂടി പലരും കൂട്ടി വായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്തല്ല എന്നാണ് തോന്നുന്നത്. അത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ശരിക്കും ആ അംഗത്തിൽ വിജയം നേടിയത് മൗലാന സയ്യിദ് അബ്ദുൽ അല മൗദൂദിയാണ്. ഇലക്ഷന് ശേഷവും ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി നമ്മൾ എവിടെയും കേൾക്കുന്നില്ല. എവിടെയും അദ്ദേഹം ശ്രദ്ധേയമായ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ല. എന്നാൽ മൗദൂദിയെക്കുറിച്ച്, മൗദൂദി എപ്രകാരമാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ എവിടെയും വളരെ തകൃതിയാണ്. എനിക്ക് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും കാണുമ്പോൾ പല ആളുകൾക്കും തോന്നും കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ, പല വകുപ്പുകൾ, പല മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു രാഷ്ട്രത്തിന്റെ രൂപരേഖകളാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് തോന്നും. അതിൽ ഇപ്പൊ ഉദാഹരണത്തിന് മുമ്പ് IPH അതായത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസാധനാലയത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് വഴിയടയാളങ്ങൾ എന്ന സയ്യിദ് കുത്തുബിന്റെ പുസ്തകം. അപ്പൊ ആ പുസ്തകത്തിന്റെ പേര് മാത്രം കാണുന്ന ഒരു CPM-കാരൻ അല്ലെങ്കിൽ ഒരു BJP-കാരൻ അല്ലെങ്കിൽ ഒരു AP സുന്നി അവർക്ക് പെട്ടെന്ന് തോന്നാം ഇത് കേരളത്തിലെ വഴികൾ, റോഡുകൾ എങ്ങനെയാണ് വെട്ടേണ്ടത്, പൊതുമരാമത്തെ എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രൂപരേഖയാണ്, ഒരു കർമ്മരേഖയാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റൂല. ചെമ്മീൻ കയറ്റുമതിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു പരിചയക്കാരൻ ആദ്യം പോയി വാങ്ങിച്ചത് തകഴിയുടെ ചെമ്മീൻ എന്ന നോവലാണ്. വേറൊരു സുഹൃത്ത് കയർ ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചപ്പോൾ പുള്ളി ആദ്യം പോയി വാങ്ങിച്ചത് തകഴിയുടെ തന്നെ കയറ് എന്ന് പറയുന്ന രചനയാണ്. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളെ സമീപിക്കുമ്പോൾ പലർക്കും, ഉദാഹരണമായി മുമ്പ് IPH കിട്ടിക്കൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് പുതുയുഗത്തിന്റെ പടിവാതിക്കൽ എന്നുള്ള പുസ്തകം. ഇപ്പോൾ അത് ലഭ്യമല്ല. അപ്പൊ ആ പുസ്തകം എങ്ങനെയാണ് കേരളത്തിൽ ആളുകൾ വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഭവന നിർമ്മാണ ബോർഡ് അവര് വീടുകൾ പണിയുമ്പോൾ പടിവാതിൽ വെക്കേണ്ടത് എങ്ങനെയാണ്, കട്ടില വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ മൗലാന മൗദൂദിയുടെ ഒരു പുസ്തകം IPH കിട്ടും. അതിന്റെ പേര് ഇസ്ലാമിക സംസ്കാരം മൂലശിലകൾ എന്നാണ്. ശിലകൾ എന്ന് പറഞ്ഞാൽ കല്ലുകൾ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഭവന നിർമ്മാണ ബോർഡ് വീടുകൾ നിർമ്മിക്കുമ്പോൾ ഏത് കല്ലുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള മൗലാന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാർഗനിർദ്ദേശങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കെങ്കിലും പെട്ടെന്ന് തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. അതുപോലെ ഭവന നിർമ്മാണ ബോർഡ് ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ പ്ലാൻ
എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് IPH കിട്ടുന്ന രൂപവും യാഥാർത്ഥ്യവും എന്ന അബുൽ ഹസൻ അലി നദിബിയുടെ പുസ്തകം എന്ന് തെറ്റിദ്ധരിച്ച് മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ വകുപ്പുകളും ഭരിക്കാൻ കേരളം തന്നെ പിടിച്ചടക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാവമെന്ന് ഒരു ജമാഅത്തോ ഫോബിയക്കാരന് തോന്നിയാല് നമുക്ക് എങ്ങനെയാ കുറ്റം പറയാൻ കഴിയുക? ഇതിവിടം കൊണ്ട് തീരൂല. IPH പ്രസിദ്ധീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പുസ്തകമാണ് രക്ഷാസരണി. സരണി എന്ന് പറഞ്ഞാൽ എന്താ? വഴി എന്നാണ്. വഴി എന്ന് പറഞ്ഞാൽ റോഡ്. അതാരല്ല? പൊതുമരാമത്ത് വകുപ്പിൽ. അപ്പൊ പൊതുമരാമത്ത് വകുപ്പിന്റെ കർമ്മരേഖയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴേ പ്രസിദ്ധീകരിച്ചു വെച്ചിരിക്കുന്നത്, രക്ഷാസരണി. ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ളൊരു പുസ്തകം കാണാം സൈക്യുവിന്റെ. അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കുറിച്ച് ഇൻഷുറൻസ് ഓഹരി വിപണിയിൽ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അപ്പൊ ഇൻഷുറൻസ്, ഓഹരി വിപണി, ബാങ്കിങ്, സർവോപരി ധനതത്വശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന മൗദൂദിയുടെ പുസ്തകം. അത് ഡോക്ടർ തോമസ് ഐസക്ക് എഴുതുമോ അതിങ്ങനെ ഒരു പുസ്തകം ചിന്ത പബ്ലിക്കേഷൻസിൽ നിന്നോ ദേശാഭിമാനി പബ്ലിക്കേഷൻസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് സഹിക്കാം. ഈ കേരളത്തില് മൗലാന മൗദൂദി എഴുതിയ ധനതത്വശാസ്ത്ര ചിന്തകൾ എന്നുള്ള പുസ്തകം ജമാഅത്തെ ഇസ്ലാമി വിൽക്കുന്നത് ഇവിടെ രാഷ്ട്രം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്ന് ഒരു CPM-കാരൻ ചോദിച്ചാല് മറുപടി പറയണ്ടേ? അത് മാത്രല്ല, മൃഗവകുപ്പുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ വകുപ്പുകളിൽപ്പെട്ട ഒരു വകുപ്പാണ്, ഒരു മന്ത്രാലയമാണ് മൃഗവകുപ്പ്. അപ്പൊ മൃഗവകുപ്പിനുള്ള ഒരു ഭരണഘടന, ഒരു ബൈലോയും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എഴുതി തയ്യാറാക്കി വെച്ചേക്കണം. അപ്പൊ കൈവയ്ക്കാത്ത മേഖലകളില്ല. ഖുർആനിലെ ജന്തുകഥകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഇവിടുത്തെ ജന്തുക്കൾ എങ്ങനെ ആയിരിക്കണം എന്ന് പോലും സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ചില KCBC-ക്കാരും ചില AP സുന്നികളും കുറ്റം പറയുമ്പോ നിങ്ങൾ ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ ജമാഅത്തെ ഇസ്ലാമിക്കാരെ? അതുപോലെ ജയിൽ എങ്ങനെ ഭരിക്കണം? നമ്മുടെ നാളെ ജയിൽ ചാടിയ ആ സ്വാമിയുടെ പേരെന്താണ്? നമ്മുടെ ആ സ്വാമിയില്ല, സൗമ്യ വധക്കേസിലെ. അപ്പൊ അങ്ങനത്തെ ജയിൽ എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം IPH ജമാഅത്തെ ഇസ്ലാമിയുടെ ബുക്ക് സ്റ്റാളിൽ കിട്ടും. ജയിൽ അനുഭവങ്ങൾ എന്ന സൈനബുൽ ഖസാലി എഴുതിയ പുസ്തകം. അപ്പൊ ജയില് പോലും ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഒഴിവാക്കിയിട്ടില്ല. സമ്പൂർണ്ണ രാഷ്ട്ര വിഭാവനയാണ് ഇവരുടെ കയ്യിലുള്ളത്, ഇവർ കൊണ്ടു നടക്കണം. അപ്പൊ പിന്നെ മതേതര ചിന്താഗതിക്കാര്, കമ്മ്യൂണിസ്റ്റുകാര് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂ? അത് മാത്രമല്ല, എങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ മരിച്ചുപോയ മൗലാന മൗദൂദി ആയിരിക്കും കേരളത്തിന്റെ ഭരണ പരിഷ്കാര ഉപദേഷ്ടാവ്. പണ്ട് VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തിരുന്നല്ലോ. എന്നതുപോലെ പരലോകത്തിരിക്കുന്ന മൗദൂദിക്ക് അങ്ങനെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ പരേതനായ മൗലാന മൗദൂദി തന്നെ ആയിക്കളഞ്ഞെങ്കിലോ എന്നാണ് പല കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ പേടിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ ആരും നിസ്സാരമായിട്ട് കാണരുത്. ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്നും പറഞ്ഞൊരു പുസ്തകം ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ദുരൂഹമാണ്. ഇവിടുത്തെ സാങ്കേതിക സർവകലാശാല എങ്ങനെ കൊണ്ടു നടക്കണമെന്നായിരിക്കൂലേ ഈ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ പറയുക. ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വിമർശകരുടെ ആശങ്കകളും അതുപോലെ തന്നെ ഇപ്പൊ ഈ മന്തി ഇവിടെ കേരളത്തിൽ വ്യാപകമായി വരിക. ഈ മന്തി എന്നുള്ളതിലെ മന്തി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ MANTHI. അപ്പൊ അതില് വേറെ എന്തെങ്കിലും സ്പെല്ലിംഗ് ആണ് കുഴപ്പമില്ല, M ആണല്ലോ ആദ്യം. ഇത് മൗദൂദിയുടെ പേരിലെ ആദ്യത്തെ അക്ഷരല്ലേ? മന്തി. അത് അറബിയിൽ എഴുതുവാണെങ്കിൽ മീമ നൂന് ദാല് യാ. അത് പല ആളുകളും പറയാറുള്ളത് മീമ് മൗദൂദിയുടെ, നൂനും ദാലും ജമാഅത്തെ ഇസ്ലാമിയുടെ. അപ്പൊ സുന്നത്ത് ജമാഅത്തിന് അതിൽ റോളില്ല. അവസാനത്തിൽ യാ ഉണ്ട്, അത് വഹാബി എന്നുള്ളതിലെ യായാണ് എന്നാണ് ഭാഷാ വിശാരദന്മാർ പറയണത്. ലോട്ടറി വകുപ്പ് പോലും എങ്ങനെ ഭരിക്കണമെന്നുള്ളതിന്റെ ഒരു രൂപരേഖയാണെന്ന് തോന്നുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും ഒരു പുസ്തകം. അതിന്റെ പേര് ഇസ്ലാം ഇന്നലെ, ഇന്ന്, നാളെ. നാളെയാണ്. കടന്നു വരൂ സഹോദരന്മാരെ, മുഹമ്മദ് കുത്തുബിന്റെ പുസ്തകം വായിക്കൂ.
അപ്പൊ പൂർത്തിയായില്ലേ? ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ലോട്ടറിയുടെ പരസ്യം പോലെ എഴുതി വെച്ച് ഇസ്ലാം ഇന്നലെ, ഇന്ന്, നാളെ, നാളെ. അപ്പോ എല്ലാം കൊണ്ടും ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന മതരാഷ്ട്ര സംസ്ഥാപന ആശങ്കയുടെ കാർമേഘങ്ങൾ ഇവിടുന്ന് ഒഴിയുന്നേയില്ല. വി.ഡി. സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും എല്ലാ ദിവസവും ഈ ബദരിയത്ത് കുത്തുബിയത്തൊക്കെ ചൊല്ലുന്നത് പോലെ മൗദൂദിയത്ത് ചൊല്ലിയിട്ടാ കിടക്കുന്നത് എന്നാണ് പല ആളുകളും പറയണത്. യാ ഗൗസു യാ മൗദൂദി എന്നുള്ള റാത്തീബ്. അങ്ങനെ അവരുടെ മിഴിയണ ഞാൻ തുറന്നാലും കനവുകളിൽ മൗദൂദി മാത്രം എന്നുള്ള നിലയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് മൗദൂദി പേടി, മൗദൂദി ഫോബിയ, ജമാഅത്തോ ഫോബിയ കൊണ്ട് ഈ ആളുകൾക്ക് ഒന്നും വന്നു പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയുള്ളൂ. എലക്ഷൻ അടുക്കുംതോറും നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സർവോപരി IPHന്റെ ബുക്ക് സ്റ്റാളിൽ വേറൊരു പുസ്തകം ഹാർട്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണെന്നാ തോന്നുന്നു. ആ പുസ്തകത്തിന്റെ പേര് വിഹായസിന്റെ വിരിമാറിൽ എന്നാണ്. UK അബൂ സഹല എഴുതിയ ഒരു പുസ്തകമാണ്. അത് മാപ്പിളപ്പാട്ടുകളുടെ ഒരു ക്രോഡീകരണമാണ്. അദ്ദേഹം എഴുതിയ മാപ്പിളപ്പാട്ടുകൾ ക്രോഡീകരിച്ച പുസ്തകമാണ് എന്നുള്ളതാണ് അറിവ്. പക്ഷെ ആ പുസ്തകത്തിന്റെ പേര് കണ്ടാല് വിഹായസിന്റെ വിരിമാറിൽ, അപ്പൊ മാറ് പിളർന്നു. അപ്പൊ ആരോഗ്യ മേഖലയിലും കൂടി കൈവയ്ക്കാറുള്ള പദ്ധതിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ. ഇങ്ങനെ ബഹുതല സ്പർശിയായ രീതിയിൽ ജമാഅത്ത് വിശകലനങ്ങള് നമ്മൾ സജീവമാക്കിക്കൊണ്ട് നമ്മുടെ സുരക്ഷ, അത് മാത്രമല്ല രക്ഷാസരണി എന്നുള്ള പുസ്തകം ഇല്ലേ, ഈ രക്ഷാസരണി, സുരക്ഷ, ഫയർ ആൻഡ് സേഫ്റ്റി എങ്ങനെയായിരിക്കണം, ഫയർ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഫയർഫോഴ്സ്, അതിനെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതി വെച്ചേക്കാണ്. കാര്യം അത് രക്ഷപ്പെടാനുള്ള സലാമത്തിക്ക് രാസ്ത, രക്ഷയുടെ മാർഗം, മോക്ഷത്തിന്റെ മാർഗമാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ വാദിക്കുമായിരിക്കും. പക്ഷെ ശരിയായ മതേതര വീക്ഷണവും അതുപോലെ ദേശീയ ബോധമുള്ള സോഷ്യലിസത്തോട്, ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയുടെ ത്വരിതഗതിയിലുള്ള ആഗമനത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അത് അങ്ങനെ ലളിതവൽക്കരിച്ച് കാണാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവതരമായ പ്രശ്നമാണ്. നിങ്ങളുടെ കൂലങ്കഷമായ ചിന്തയ്ക്ക് ഇത് വിഷയീഭവിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിവാദന ഇവിടെ ഉപസംഹരിക്കുന്നു.